ഷാഫി പറമ്പിൽ എംപിയെ തൊട്ട് CPM-ന്റെ ആപ്പീസ് പൂട്ടി എന്ന് പറഞ്ഞാൽ മതി. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിലിനെ നശിപ്പിക്കാനായിരുന്നു തീരുമാനം. പരാതിയോ കേസോ ഇല്ലാതിരുന്നിട്ട് പോലും മാങ്കൂട്ടം MLA-യെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞത് CPM-ന്റെ മാത്രം മിടുക്കുകൊണ്ടൊന്നുമല്ല. അതിന് BJP-യുടെയും അതുപോലെ റിപ്പോർട്ടർ എന്ന മാധ്യമത്തിൻ്റെയും ഒക്കെ പിന്തുണയും ഉണ്ടായിരുന്നു. ഒപ്പം ചില കോൺഗ്രസ് നേതാക്കളും സംഘം ചേർന്നു. എന്നാൽ മാങ്കൂട്ടം ഇപ്പോഴും തലയുയർത്തി തന്നെ നിൽക്കുന്നുമുണ്ട്. എന്നാലും പാർട്ടിയുടെ സ്ഥാനവും പോയി, പാർട്ടിയിൽ നിന്ന് പുറത്തും പോയി എന്നുള്ള നിലയിൽ ഒരാളെ സംരക്ഷിക്കാൻ ആരും പരസ്യമായി ഉണ്ടാകില്ല എന്നുള്ളതാണ് CPM-ന്റെ ഒരാശ്വാസം. ഇതുറപ്പായതോടെ രാഹുലിനെ മാത്രമല്ല ഷാഫി പറമ്പിലിനെയും ശത്രുപാളയത്തിൽ നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചതോടെയാണ് CPM-ന്റെ പണി പാളിയത്. ഷാഫി പറമ്പിൽ ആരാണെന്നും ഷാഫിയുടെ റേഞ്ച് എന്താണെന്നും അറിയാത്തവരല്ല CPM-കാർ എന്ന് മനസ്സിലായിട്ടും മനസ്സിലാക്കാത്തവരെ പോലെ കളിച്ചവർക്കിപ്പോൾ ശരിക്കും മനസ്സിലായിരിക്കുന്നു. KK ശൈലജ എന്ന പ്രമുഖയായ നേതാവിനെ ഇത്രയും ഭൂരിപക്ഷത്തിൽ തോൽപ്പിക്കാൻ അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞെടുത്തായിരുന്നു ഷാഫിയുടെ വിജയം എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി വ്യക്തമായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിരുന്ന പാർട്ടിയെ തെറ്റായ പാസുകൊണ്ട് എതിരാളിക്ക് ഗോളടിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തതിൻ്റെ വലിയ നിരാശയിലാണ് DYFI-യും അവരുടെ മുതലാളിമാരായ CPM നേതാക്കളും. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൽ വടകര MP-യായ ഷാഫി പറമ്പിലിനെതിരായി DYFI നടത്തിയ പ്രതിഷേധവും അസഭ്യവാക്കുകളും CPM-ന്റെ അടിത്തറ തന്നെ ഇളക്കിക്കളഞ്ഞു. അത് പാർട്ടി എല്ലാ യോഗങ്ങളിലും ഇപ്പോൾ വിലയിരുത്തി വരികയാണ്. ഷാഫിക്ക് നേരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധങ്ങളും അതിൽ പിണറായിയുടെ പോലീസിന്റെ മർദ്ദനങ്ങൾക്കുമെല്ലാം ആകുമ്പോൾ പിണറായി വിജയന് പുറത്തേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഒന്നിലും പ്രതിയല്ലാത്ത ഷാഫിയെ ആക്രമിച്ചത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫിയോട് നേരിട്ട കനത്ത തോൽവിയുടെ നിരാശ കൊണ്ട് അത് CPM-നെ ഇപ്പോഴും വിട്ടൊഴിഞ്ഞിട്ടില്ല എന്നുറപ്പിക്കുന്നതാണ്. അതാണ് ഈ ആക്രമണം. നമുക്കറിയാം, കാഫിർ സ്ക്രീൻഷോട്ട്, വർഗീയവാദി എന്നീ ആരോപണങ്ങളെല്ലാം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എങ്കിലും ഷാഫിയെ ആക്രമിക്കാൻ ലഭിക്കുന്ന അവസരമൊന്നും പാഴാക്കരുത് എന്ന് പാർട്ടിയുടെ ഒരു തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനം പ്രവർത്തകർ പ്രാവർത്തികമാക്കിയത് ഈ തോന്യാസത്തിലൂടെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തിരിച്ചടി. അതോടെ സംഭവം കയ്യിന്ന് പോയി. ഷാഫി പുറത്തുനിന്ന് വന്ന MP ആണെന്നും വടകരയുമായി വൈകാരിക ബന്ധമില്ല എന്നുമുള്ള പ്രചരണങ്ങളും ഒക്കെ നടത്തി നോക്കി. മണ്ഡലത്തിലെ MP-യുടെ സാന്നിധ്യം, അതുപോലെ വികസന പ്രവർത്തനങ്ങളിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, MP ഫണ്ടിൻ്റെ ശരിയായ വിനിയോഗം തുടങ്ങിയ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ജനമധ്യത്തിൽ അത് ചർച്ചയാക്കി ഷാഫിയെ താറടിക്കാൻ പ്രവർത്തകർക്കൊരു നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ഷാഫിയെ തോൽപ്പിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഈ തെരുവ് യുദ്ധം അവർ പ്ലാൻ ചെയ്തതും അഴിച്ചുവിട്ടതും. അതിലും ഇപ്പോൾ നാണം കെട്ടതോടെ CPM-ന് ഇതൊന്നും താങ്ങാൻ പറ്റാതെയായി. അവർ ആയുധം താഴെ വച്ചിരിക്കുന്നു. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ക്രൈം പാർട്ട്ണറാക്കി ഷാഫി പറമ്പിലിനെതിരെ വലിയ പ്രചരണം നടത്തി നോക്കിയ ഒരു ശ്രമം അത് വെറും പാഴ്വേലയായി മാറിയിരിക്കുന്നു. രാഹുലിൻ്റെ സംരക്ഷകൻ എന്നൊരു ആരോപണ നിഴലിൽ നിന്നിരുന്ന ഷാഫിക്ക് രക്ഷയാകും വിധം ഒറ്റ ദിവസം കൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൻ്റെ കളി മാറിയിരിക്കുന്നു. രാഷ്ട്രീയം മുഴുവൻ ഷാഫി കയ്യിലെടുത്തിരിക്കുകയാണ്. പ്രതിഷേധിച്ച DYFI പ്രവർത്തകരെ അതേ നാണയത്തിൽ നേരിടാൻ ഇറങ്ങിയ ഷാഫി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. വടകര അങ്ങാടിയിൽ നിന്ന് പേടിപ്പിച്ചോടിക്കാൻ ശ്രമിച്ചാൽ ഓടാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ആ പഞ്ച് ഡയലോഗിന് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളിൽ നിന്നും കയ്യടി കിട്ടി. അതുവരെ പാർട്ടിക്കുള്ളിലും മുന്നണിയിലുമൊക്കെ ഷാഫിക്ക് നേരെ മുറുമുറുപ്പുണ്ടായിരുന്ന മുതിർന്ന നേതാക്കൾ പോലും ഷാഫിക്കൊപ്പം നിന്ന് കൂട്ടിന് രക്ഷയ്ക്കായി കൂടെ നിന്നു. വടകരയിലെ സംഭവത്തിന് തൊട്ടു പിന്നാലെ ഷാഫി പങ്കെടുത്ത 2 പാർട്ടി പരിപാടികളിലും എത്തിയത് വൻ ജനക്കൂട്ടമായിരുന്നു. അത് പാർട്ടി തന്നെ അമ്പരന്ന നിമിഷങ്ങളായിരുന്നു. അതായത് ഷാഫിയുടെ ഗ്രാഫ് കുത്തനെ ഉയർന്നു എന്നുള്ളതാണ് പരമസത്യം. മാങ്കൂട്ടത്തെ മറന്ന് ഷാഫിയുടെ വിഷയം ഒന്നാമതായപ്പോൾ CPM-ന്റെ ആപ്പീസ് പൂട്ടി എന്ന് മാത്രമല്ല, സംസ്ഥാനമൊട്ടാകെ കോൺഗ്രസ് UDF നേതൃത്വവും ഷാഫിയെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇനി മാങ്കൂട്ടമല്ല ഷാഫി പറമ്പിൽ CPM-നെ തീർക്കും എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് CPM-നും മനസ്സിലായി കഴിഞ്ഞു.